നമ്മൾ ഈ ജുഡീഷ്യറിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ജനാധിപത്യത്തിൽ തന്നെയുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തും എന്നൊക്കെയുള്ള ആകുലതകൾ പങ്കിടുന്ന കാലത്താണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത്. 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ഒരു സിവിൽ കോടതി ജഡ്ജി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതും ഇന്ത്യയിലാണെന്ന് ഓർക്കണം. എന്താ കേസിൻ്റെ വിശദാംശങ്ങൾ? ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ മസഗോൺ സിവിൽ കോടതി മറ്റേ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇജാസുദ്ദീൻ സലാവുദ്ദീൻ കാസി, അദ്ദേഹം 15 ലക്ഷം രൂപ ഒരു ഹർജിക്കാരൻ്റെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിച്ച ശേഷം, ക്ലർക്ക് വഴിയാണ് കോഴ വാങ്ങിയത്. കോഴ വാങ്ങിയ ശേഷം ക്ലർക്കിനെ അറസ്റ്റ് ചെയ്തു. മറ്റേ അഴിമതി നിരോധന ഉദ്യോഗസ്ഥരെ ക്ലർക്കിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജഡ്ജിയെ അന്ന് മുതൽ കാണാനില്ല. ഇനി ജഡ്ജിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ വേണം. അപ്പോൾ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ACB മഹാരാഷ്ട്ര അവരുടെ കയ്യിലാണ് ഈ കേസ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ജഡ്ജിക്ക് ആ ക്ലാർക്കുമായിട്ട് അമിതമായ ബന്ധം ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ജഡ്ജിക്ക് വേണ്ടി ക്ലർക്ക് കോഴ മേടിച്ചത്. അപ്പോൾ പ്രത്യേക ACB കോടതി ആണിത്. ക്ലർക്ക് കം ടൈപ്പിസ്റ്റാണ് ഇയാൾ. ചന്ദ്രകാന്ത് വാസുദേവ് ആണ് ക്ലർക്ക്. അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഈ ജഡ്ജിയെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അനുമതി തേടിയിരിക്കുകയാണ്. ആ കാണാതായ ജഡ്ജിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ. സെപ്റ്റംബർ 9-നാണ് ഈ സംഭവം തുടങ്ങിയത്. ഒരു സ്വത്ത് തർക്കം, അതിൻ്റെ വാദം കേൾക്കുകയാണ് ജഡ്ജി. സ്വത്ത് തർക്കത്തിൽ അത് കുറച്ച് നീണ്ട കേസാണ്, സിവിൽ കേസല്ലേ. അപ്പോൾ ഹർജിക്കാരൻ്റെ സുഹൃത്ത് അവിടെ അന്ന് വാദം കേൾക്കാൻ എത്തിയിരുന്നു, ഹർജിക്കാരൻ്റെ സുഹൃത്ത്. അപ്പോൾ ഈ വാദത്തിന് ശേഷം ക്ലർക്ക് ഈ ഹർജിക്കാരൻ്റെ സുഹൃത്തിനെ ചെന്ന് കണ്ടു. വാഷ്റൂമിൽ വെച്ചാണ് കണ്ടത്, ബാത്റൂം ആ ഭാഗത്ത് വാഷ്റൂമിൽ. അപ്പോൾ എന്നിട്ട് ഈ ക്ലർക്ക് പറഞ്ഞു, സാഹിബിന് എന്തെങ്കിലും ചെയ്താൽ അനുകൂല ഉത്തരവ് കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. സാഹിബിന് എന്തെങ്കിലും ചെയ്താൽ അനുകൂല ഉത്തരവ് കിട്ടും എന്ന് പറഞ്ഞു. ഈ ക്ലർക്ക് പിന്നെ ഇയാളെ പരാതിക്കാരൻ്റെ സുഹൃത്തിനെ ഒരു കഫേയിൽ വെച്ചും കണ്ടു, വിളിച്ചു വരുത്തിയിട്ട് 25 ലക്ഷം രൂപയ്ക്ക് അനുകൂല ഉത്തരവ് മേടിച്ചു തരാം എന്ന് ക്ലർക്ക് പറഞ്ഞു. അപ്പോൾ അതിൽ 10 ക്ലർക്കിന് 15 ജഡ്ജിക്ക് എന്ന്. അപ്പോൾ ഹർജിക്കാരൻ, ശരിക്കുള്ള ഹർജിക്കാരൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ സുഹൃത്തിന് ഈ ക്ലർക്കിൻ്റെ വാട്സാപ്പ് സന്ദേശം കിട്ടി. ഇതൊക്കെയാണ് തെളിവ്. സന്ദേശം കിട്ടി, പണം നിങ്ങൾ തന്നില്ല എങ്കിൽ ഈ ഉത്തരവ് നിങ്ങൾക്കെതിരാവും ഈ സ്വത്ത് കേസിൽ. അപ്പോൾ വീണ്ടും ഇവർ ചർച്ച നടത്തി 15 ലക്ഷമായിട്ട് കുറച്ചു, 25 ലക്ഷം എന്നുള്ളത്. നവംബർ 10 ചെമ്പൂരിൽ ഒരു കഫേയിൽ ഹർജിക്കാരനോട് എത്താൻ പറഞ്ഞു, ഈ തുകയുമായിട്ട് കഫേയിൽ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർജിക്കാരൻ ഈ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ അറിയിച്ചു, ACBയെ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് ഈ നോട്ട് സാധാരണ ചെയ്യില്ലേ, അങ്ങനെ ചെയ്ത പോലെ അതൊക്കെ പുരട്ടി മുക്കി അറസ്റ്റ് ചെയ്തു, ക്ലർക്കിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ക്ലർക്ക് ഇത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യുക? ഈ സാക്ഷിയൊക്കെ ഉണ്ടാവും, മറ്റേ വില്ലേജ് ഓഫീസറോ തഹസിൽദാരെയോ ഒക്കെ ഇവർ സാക്ഷിയായിട്ട് കൊണ്ടുവരുമല്ലോ, ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു DGP സ്ഥാനത്തുള്ള പഞ്ചാബിലെ ഒരാളെയും അറസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഇതുപോലെയാണ്. ക്ലർക്കിനെ കൊണ്ട് ജഡ്ജിയെ വിളിപ്പിച്ചു, ഈ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഈ സ്ഥലത്ത് നിന്ന് തന്നെ വിളിപ്പിച്ചു, സാക്ഷികളുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ ജഡ്ജി പറയുകയാണേ, ആ തുകയുമായിട്ട് വന്നയാളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷമായിട്ട് ഇയാൾ ക്ലർക്കാണ്. ഈ ജഡ്ജിയുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ജഡ്ജി ഉപദേശിക്കാറുണ്ടായിരുന്നു ഇയാളെ. ഇയാൾ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ. അങ്ങനെ നിരന്തരം ജഡ്ജിയുമായിട്ട് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം അയക്കൽ ഒക്കെ ഉണ്ട്. നവംബർ 12 ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ജഡ്ജിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ വീട് പൂട്ടിക്കിടക്കുക, ജഡ്ജിയെ കാണാനില്ല.
അപ്പോൾ ഈ വീട് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഈ ജഡ്ജിയുടെ കൊഴക്കാരൻ ജഡ്ജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കൂടെ ഒരു ജഡ്ജിയെ അവർ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. 2 സാക്ഷികളും വേറെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീട് മുദ്ര വെച്ചു, സീൽ ചെയ്തു. ജഡ്ജിയുടെ വീട് സീൽ ചെയ്തു. പൈസ, കോൾ റെക്കോർഡിങ് ഒക്കെ തെളിവായിട്ടുണ്ട്, സന്ദേശങ്ങൾ തെളിവായിട്ടുണ്ട്, വീഡിയോ തെളിവായിട്ടുണ്ട്, ക്ലർക്കിൻ്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ജഡ്ജി ഇപ്പോൾ കാണാതെ അപ്രത്യക്ഷനായിരിക്കുന്നത്, മുങ്ങിയിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ആദ്യം തോന്നിയൊരു തമാശ, ഈ കുറ്റകൃത്യങ്ങളിൽ നമ്മുടെ അഴിമതി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ നമ്മുടെ മതസൗഹാർദ്ദം എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കും. സാഹിബിന് കൈക്കൂലി വാങ്ങിക്കൊടുക്കലാണ് ഇവന് പണി. അവൻ അല്ലേ ബെഞ്ച് ക്ലർക്കിന്. അതെ. എന്താണ് അവൻ്റെ പേര്? അയാളുടെ ചന്ദ്രകാന്ത് വാസുദേവാണ് ഏജന്റ്. ആർക്ക്? ഈ മൂത്ത സാഹിബിന്. അയാൾ ലക്ഷണമൊത്ത മുസൽമാനാണല്ലോ പേര് കേട്ടപ്പോൾ. അപ്പം മുസ്ലിം ജഡ്ജിക്ക് കാശ് വാങ്ങിക്കൊടുക്കാൻ ഈ ഹിന്ദു ഉദ്യോഗസ്ഥൻ. അപ്പം ഇവരൊക്കെ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൽ ഇയാളെ ഉപദേശിക്കും. ധാർമ്മികതയല്ല ഉപദേശിക്കുന്നത്, നല്ലതല്ല ഉപദേശിക്കുന്നത് മുഴുവൻ എങ്ങനെ കൈക്കൂലി വാങ്ങാം, അതെങ്ങനെ ഒതുക്കാം. ഒരുപക്ഷെ ഇയാളോട് മുങ്ങാൻ പറഞ്ഞതും അയാൾ തന്നെ ആവാം. സമയത്തിന് മുങ്ങിക്കോ എന്ന് വിവരം കൊടുത്തത് ആവാലോ അതിന്റെ സ്വഭാവം. പിന്നെ ഒരു കാര്യം, കാലത്ത് പൂനെയിൽ ഇതുപോലെ ഒരു ജഡ്ജിയെ പിടിച്ചിരുന്നത് ഞാൻ വായിച്ചിരുന്നു. ചിലപ്പോ അദ്ദേഹം ആയിരിക്കും മുങ്ങിക്കോന്ന് പറഞ്ഞു. ആരുടെ ഹൈക്കോടതിയില്ല. മാത്രല്ല ഡൽഹി ഹൈക്കോടതിയിലല്ലേ മറ്റേ നോട്ട് അല്ലെ, ഒരു വീട് മുഴുവൻ നോട്ട് കെട്ടുകൾ ഉണ്ടായിരുന്നത്. കത്തി അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. എന്താ നമ്മുടെ ജുഡീഷ്യറിയുടെ, അങ്ങനെയാണ് ജുഡീഷ്യറിയുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ സാർ. പിന്നെ ഈ സിവിൽ കേസുകളൊക്കെ എങ്ങനെയാണ് സാർ? ഏറെക്കുറെ സിവിൽ കേസുകൾക്ക് ഒരു പ്രത്യേകത ഉള്ളത്, അതങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ടുപോകുമല്ലോ. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ ഓർമ്മയിൽ CD അനിൽ എന്ന് പറഞ്ഞൊരു ജഡ്ജിയുടെ മുഖം ഇപ്പോ ഓർമ്മയിൽ വരികയാണ്. തിരുവനന്തപുരത്ത്. ഞാൻ തിരുവനന്തപുരത്ത് മനോരമയിൽ ജോലി ചെയ്ത കാലത്ത് സാധാരണ ജഡ്ജിമാരെ പറ്റിയൊന്നും ആളുകൾ പത്രത്തിൽ എഴുതില്ലല്ലോ, എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും പത്രസ്ഥാപനങ്ങൾ. ഇത് ഞാൻ എഴുതി. എന്താന്ന് വെച്ചാല് ഇയാളാണ് ഈ രാജൻ പിള്ളയ്ക്ക്. രാജൻ പിള്ള ഇന്ത്യയിൽ പല കോടതിയിലും ചെന്നിട്ട് ജാമ്യം കൊടുത്തില്ല. ബ്രിട്ടാനിയ രാജൻ പിള്ളയ്ക്ക് ജാമ്യം കൊടുത്തത് ഈ CD അനിൽ എന്ന് പറഞ്ഞ ജഡ്ജിയാ. അതിലങ്ങേർക്ക് അന്ന് 10 ലക്ഷം രൂപയും ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് കിട്ടി എന്നാണ് അന്ന് ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായ ഒരാൾ അവിടെ ജില്ലാ കോടതി ജഡ്ജിയായിട്ടുണ്ടായിരുന്നു. ഈ അനിലിൻ്റെ ഒരാളെ അയച്ചിട്ട് അവിടെ ഒരു വസ്ത്രാലയത്തിൽ പോയിട്ടേ ഈ ജില്ലാ ജഡ്ജിക്കാണെന്നും പറഞ്ഞിട്ട് കുറച്ച് ഷർട്ട് ഓസിന് കൊണ്ടുപോയ വിവരം ഞാൻ അറിഞ്ഞു. ഷർട്ട്. അപ്പോൾ ജില്ലാ ജഡ്ജിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ കോടതി വളപ്പിൽ ക്യാൻറ്റീൻ നടത്തുന്ന ഒരാളുടെ ഭാര്യയുമായിട്ട് ഈ ജഡ്ജിക്ക് അതൊക്കെ വന്ന ആകെ ഇത് എല്ലാ നിലവാരത്തിലുള്ള ഇടപാടുകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് സാർ. ഇതിപ്പോൾ എത്രയോ കേസുകൾ ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാം. നമ്മൾ മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന നക്സലൈറ്റ് ആയിരുന്നൊരു വക്കീൽ, ഞങ്ങൾക്കൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കുടുംബത്തിലെ സ്വത്ത് കേസിൽ നേരിട്ട് കാശ് വാങ്ങിയിട്ട് ജഡ്ജിക്ക് കാശ് കൊടുത്താൽ നമുക്ക് അനുകൂലമായ വിധി കിട്ടും. കാരണം അത് അന്നത്തെ കാലത്ത് തന്നെ സാമാന്യ വിലക്കുള്ള സ്വത്തുണ്ട്. അപ്പോൾ ഞങ്ങളോട് 25,000 വാങ്ങി. കേസ് അവസാനം വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് എതിരായിട്ട് വന്നു. ഞങ്ങളൊക്കെ കൂടി ഇയാളോട് പോയി ബഹളം വെച്ചപ്പോൾ, ഇപ്പോൾ പേര് പറഞ്ഞ സാറിനും അറിയും, നക്സലൈറ്റൊക്കെ ആയി അറിയപ്പെടുന്നു. അപ്പോൾ അയാൾ എന്താ ചെയ്തത് അറിയോ? എന്ത് ചെയ്യാൻ പറ്റും? ആ നായൻ്റെ മോൻ ജഡ്ജി എന്നോട് 25,000 വാങ്ങിയിട്ട് മറ്റോന് 40,000 മറ്റോ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവൻ അനുകൂലമായിട്ട് വിധി കൊടുത്തു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, ഞങ്ങൾ 15,000 രൂപ തിരിച്ചു കൊടുക്കാമായിരുന്നു, അതാ മര്യാദ. അതെങ്ങനെ തിരിച്ചു കൊടുക്കുക? ഇതാണ് സ്ഥിതി. ഇപ്പം എന്തിനേറെ പറയണത്? ഇതിപ്പോൾ ക്യാഷായിട്ട് മാത്രമല്ല സാർ, ജുഡീഷ്യറിയിലെ അഴിമതിയുടെ കാര്യം ഏറ്റവും ഒടുവിൽ മലയാളി ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ. നമ്മുടെ വീരകേസരിയായ ജസ്റ്റിസ് കമാൽ പാഷ ചേകനൂർ കേസിൽ കാന്തപുരത്തെ പ്രതിയാക്കിയത് കാന്തപുരത്തിന്റെ ആത്മകഥയിൽ വന്നല്ലോ, ചർച്ച ചെയ്തില്ലേ? അതെന്താണ്? ഈ തൃശ്ശൂർ ജില്ലയിലെ മാളയിലോ മറ്റോ ഉള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു കോടതിയില് നമ്മുടെ ദിലീപ് കേസിലെ ആ വീഡിയോ അല്ലേ, മെമ്മറി കാർഡോ എന്തൊക്കെയോ മാറിയിരുന്നു, അത് എടുത്തുകൊണ്ടില്ല. അവിടെ നിന്നല്ലേ കോടതിയിൽ നേരിട്ട് കൊടുക്കല്ലേ? എന്താ നടന്നുകൂടാത്തത്? കോടതിയുടെ കസ്റ്റഡിയിലാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോ മാളയിലെ ഒരു പേര് കേട്ട സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ പദവിയാ. അത് 1-2 കോടിക്ക് കിട്ടുന്നതല്ല.
അത് ഇയാൾ നേടിയെന്നാണ് കാന്തപുരം. നമ്മളാരും പറയുന്നതല്ല. കാന്തപുരം അദ്ദേഹത്തിന് ആത്മകഥയിൽ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം എത്രയോ വീഡിയോയിൽ ഇങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു വോളിയം കണക്കിന്. സംഭവം ഉണ്ടോ എന്തായാലും ഇല്ലാത്തത് പറയില്ലല്ലോ എന്ന് വിചാരിക്കാമല്ലോ. എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അടിത്തറ. അപ്പോൾ ഇതൊക്കെയാണ് കേസുകളുടെയൊക്കെ ഒരു സ്ഥിതി. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഇത് നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ നടക്കുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. ഈ കയ്യിൽ കാശില്ലാത്തവന് കോടതിയിൽ പോകാനുള്ള ചെലവ് മാത്രമല്ല സർ, വിധി പോലും കിട്ടൂല എന്ന് വെച്ചാൽ എന്താ സ്ഥിതി? ഇത്ര ദയനീയമാണ്. ആ അർത്ഥത്തിൽ വളരെ ശരിയാണ്. നമ്മുടെ നീതിന്യായ പീഠത്തിലെ അഴിമതി ഒരു പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിലെ ഏറ്റവും ഭീകരമായ അഴിമതിയാണ്. സഹിക്കാൻ പറ്റാത്തതും അങ്ങേയറ്റ അപലപനീയവുമാണ്. പിടികിട്ടാ പുള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ, പിടികിട്ടാ പുള്ളികളെ വിചാരണയ്ക്ക് ഹാജരാക്കേണ്ട സ്ഥലമാണ് കോടതി. ജഡ്ജി തന്നെ പിടികിട്ടാ പുള്ളിയായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഏതായാലും ഈ അവസ്ഥ ജനാധിപത്യം ഇങ്ങനെ അരാജകമായി തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ മേഖലയിലും നടക്കുന്ന ശുദ്ധീകരണം ജുഡീഷ്യറിയുടെ അവസാനത്തെ അഭയമാണ്, അഭയ കേന്ദ്രമാണ്. അതെ അതെ. പക്ഷേ ബാക്കി മേഖലകളിലൊക്കെ വേണമെങ്കിൽ സർക്കാരിന് ശുദ്ധീകരണം സാധ്യമാണ്. ജുഡീഷ്യറിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടല്ലോ, അത് ശുദ്ധീകരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു ഫ്യൂഡൽ സംവിധാനമാണല്ലോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പല ജഡ്ജിമാരും അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ പിന്നെ ജഡ്ജി വരുന്നത്. കൊളീജിയം അങ്ങനെയാണ് ആയതുകൊണ്ട് ഏതായാലും ജുഡീഷ്യറി കുറച്ചുകൂടി വിമർശന ബുദ്ധിയാ കാണേണ്ട ഒരു 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 കാലം വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ അനാവശ്യമായ ആദരവ് കൊടുക്കുന്നതിന് പകരം ഇവരൊന്നും കുറ്റമറ്റതല്ല, പുഴുക്കുത്തുകൾ ധാരാളം വീണ് കിടക്കുന്ന ഒരു മേഖലയാണ് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ഒരു ജനശബ്ദം ഉയർന്നു വന്നാൽ മാത്രമേ ജനകീയമായ ഒരു ഇച്ഛാശക്തി കൊണ്ടല്ലാതെ അവരെ മാറ്റാൻ കഴിയില്ല. കാരണം നീതി ഇല്ലേ, നീതിയുടെ ഒരു കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ഈ അനീതികളുടെയൊക്കെ കഥ നമ്മളിങ്ങനെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അത് അതിലുള്ള സങ്കടം നമ്മൾ പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും അത്രയും നമുക്ക് ചെയ്യാനാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.